വാർത്തകൾ തുടർന്നു. വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തെ രൂക്ഷമായി വിമർശിച്ച LDF സ്ഥാനാർത്ഥി ആനി രാജ. കോൺഗ്രസിന്റെ രാഷ്ട്രീയ പാപ്പരത്തമാണ് വയനാട്ടിൽ ദേശീയ രാഷ്ട്രീയം ചർച്ച ചെയ്യാതിരിക്കാനുള്ള സാഹചര്യമുണ്ടാക്കിയത്. രാഹുൽ ഗാന്ധിക്ക് സാധിച്ചില്ലെങ്കിൽ ലീഗിന്റെ പതാക സംരക്ഷിക്കാൻ ആർക്ക് കഴിയുമെന്നും ആനി രാജ ചോദിച്ചു. കോൺഗ്രസിന്റെ രാഷ്ട്രീയ പാപ്പരത്തമാണ് വയനാട്ടിൽ ദേശീയ രാഷ്ട്രീയം ചർച്ച ചെയ്യാതിരിക്കാനുള്ള സാഹചര്യമുണ്ടാക്കിയത്. രാഹുൽ ഗാന്ധിക്ക് സാധിച്ചില്ലെങ്കിൽ ലീഗിന്റെ പതാക സംരക്ഷിക്കാൻ ആർക്ക് കഴിയും? ഇത്തവണ തെരഞ്ഞെടുപ്പിൽ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കണമെന്ന് വയനാട് ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി ആനി രാജ പ്രതികരിച്ചു. ദേശീയ രാഷ്ട്രീയം ചർച്ച ചെയ്യേണ്ട ഒരു തെരഞ്ഞെടുപ്പാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. ആ ദേശീയ രാഷ്ട്രീയം ചർച്ച ചെയ്യാനുള്ള അവസരം നഷ്ടപ്പെടുത്തിയത് കോൺഗ്രസിന്റെ പൊളിറ്റിക്കൽ ബാങ്ക്രപ്സി ആണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഒരു സീറ്റ് ജയിക്കുക, ജയിച്ചു പാർലമെന്റിൽ ഇരിക്കുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യമെങ്കിൽ അതിന് കേരളമോ വയനാടോ അല്ല. മുസ്ലിം ലീഗിന്റെ കൊടി പാകിസ്ഥാന്റെ കൊടിയാണെന്ന പ്രചരണത്തെ ചെറുത്തു നിൽക്കാൻ കെൽപ്പില്ലാത്തതുകൊണ്ടാണ് കൊടി അടിയറവ് വെച്ചതെന്നും ആനി രാജ വ്യക്തമാക്കി. വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തെ മാത്രമല്ല VD സതീശൻ, K സുധാകരൻ എന്നിവർക്കെതിരെയും രൂക്ഷമായ ഭാഷയിലാണ് ആനി രാജയുടെ വിമർശനമുണ്ടായത്. ഫാസിസത്തിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കുകയാണ് ഇടതുപക്ഷത്തിന്റെ ലക്ഷ്യമെന്നും വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ജനങ്ങൾ പാർലമെന്റിലേക്ക് വോട്ട് നൽകി അയക്കുമെന്ന പ്രതീക്ഷയും സ്ഥാനാർത്ഥി പങ്കുവച്ചു. റിപ്പോർട്ടർ, വയനാട്.